സീനിയർ ജേർണലിസ്റ്റ് ഫോറം കേരള എന്ന സംഘടനയുടെ 13ാം സംസ്ഥാന സമ്മേളനം ഏതാനും സമയത്തിനുള്ളിൽ ഈ ഓഡിറ്റോറിയത്തിൽ ആരംഭിക്കുകയാണ്. ആദ്യമായിട്ട് ഒരു ഫോട്ടോ പ്രദർശനമാണ്. അത് കഴിഞ്ഞ് സെമിനാർ, ഗാനസന്ധ്യ, പ്രതിനിധി സമ്മേളനം തുടങ്ങിയ പരിപാടികളും 3 ദിവസമായി നടക്കുന്ന ഈ സമ്മേളനത്തിൽ ഉണ്ടായിരിക്കും. കൊല്ലം ജില്ലാ യൂണിറ്റിലാണ് ഇതിൻ്റെ ആതിഥേയത്വം വഹിക്കുന്നത്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. മുഖ്യമന്ത്രി സതീശൻ ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. ചൊവ്വാഴ്ച പ്രതിനിധി സമ്മേളനത്തിന് ശേഷം നടക്കുന്ന സമാപന സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ്. സാധാരണ പത്രപ്രവർത്തകർ സർവീസിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ അവഗണിക്കപ്പെട്ടു പോകുന്ന ഒരു വർഗമാണ്. ജീവിതകാലം അത്രയും നാട്ടുകാർക്ക് വേണ്ടി, നാടിനു വേണ്ടി ശബ്ദമുയർത്തുകയും അവസാനം ആരും തനിക്ക് വേണ്ടി ശബ്ദിക്കാൻ ഇല്ലാതാവുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഒരു പത്രപ്രവർത്തകൻ. അതായിരുന്നു കുറച്ചു നാൾ മുമ്പ് വരെ. പക്ഷേ 2010 എറണാകുളത്തെ കുറച്ച് റിട്ടയർ ചെയ്ത വിരലിലെണ്ണാവുന്ന പത്രപ്രവർത്തകർ കൂടി സീനിയേഴ്സിന് ഒരു സംഘടന ഉണ്ടാക്കിയാൽ എന്താ എന്ന് ആലോചിച്ചു. അവർ 7-8 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് അവിടെ ഉണ്ടായിരുന്ന KM റോയ്, PN പ്രസന്നകുമാർ തുടങ്ങിയ പ്രശസ്തരായ പത്രപ്രവർത്തകർ അതിന് ഗൈഡൻസ് നൽകുകയും അങ്ങനെ ഒരു ചെറിയ സംഘടന രൂപം കൊള്ളുകയും ചെയ്തു. ഇന്നിപ്പോൾ അത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും യൂണിറ്റുകളുള്ള ഒരു സംഘടനയായി മാറിയിരിക്കുകയാണ്. ഏതാണ്ട് 700ഓളം അംഗങ്ങൾ ഈ സംഘടനയിൽ ഉണ്ട്. മാത്രമല്ല, ഇന്ത്യയിലെ മുഴുവൻ സീനിയർ പത്രപ്രവർത്തകരെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഞങ്ങൾ സാധിച്ചു. അല്ലെങ്കിൽ അതിൻ്റെ ആദ്യഘട്ടം പിന്നിട്ടു. അത് വളരെ വിജയകരമായി പിന്നിട്ടു എന്ന് തന്നെ പറയാം. 20 സംസ്ഥാനങ്ങളിൽ യൂണിറ്റുകളുള്ള ഒരു അഖിലേന്ത്യാ സംഘടന, സീനിയർ ജേർണലിസ്റ്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന ഒരു സംഘടനയ്ക്ക് കഴിഞ്ഞ ഓഗസ്റ്റിൽ രൂപം കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. കേരള യൂണിറ്റാണ് അതിന് മുൻകൈ എടുത്തതും അതിൻ്റെ രൂപീകരണ യോഗത്തിന് ആതിഥ്യം വഹിച്ചതും. തിരുവനന്തപുരത്തായിരുന്നു യോഗം. അന്ന് കുറച്ച് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഒരു 10-11 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ്, കുറച്ച് പ്രതിനിധികൾ മാത്രമേ പങ്കെടുത്തിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് ആ സംഘടന അതിൻ്റെ വളർച്ച വളരെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പെൻഷൻ കൂടി ഞങ്ങൾക്ക് കിട്ടണം. പത്രപ്രവർത്തകരുടെ ആരോഗ്യ സംരക്ഷണത്തിന് പറ്റിയ പദ്ധതി കേന്ദ്ര ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ഉണ്ടാവണം എന്നൊക്കെയുള്ള ആവശ്യങ്ങളാണ് ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. പത്രപ്രവർത്തകരുടെ സാമൂഹിക സുരക്ഷിതത്വം, അതാണ് ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത്. അത് സാധിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അതിൻ്റെ മുന്നോടിയായിട്ട്, അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നതാണ് ഈ കൊല്ലം സമ്മേളനം.